ഹലോ ഹായ് വെൽക്കം ടു സൈ ഹായ്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കയ്യിലൊരു +2 സയൻസ് എങ്കിലും ഉണ്ടോ? എന്നാൽ നിങ്ങൾക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. +2 സയൻസ് പഠിച്ചവർ മുതൽ ഡിഗ്രി ചെയ്യുന്നവരല്ല ഡിഗ്രി കഴിഞ്ഞവർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോറസ്റ്റ് ജെനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗ് കോയമ്പത്തൂർ നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അവരുടെ വെബ്സൈറ്റ് ഇതാണ് അവരുടെ വെബ്സൈറ്റ്. സോ അവരുടെ വെബ്സൈറ്റ് എടുക്കുക. അതിൽ റിക്രൂട്ട്മെൻറ്റ് ടൈറ്റിലുണ്ട് ഓൺലൈൻ ലിങ്ക് ഫോർ അപ്ലൈയിങ് ഫോർ ദ പോസ്റ്റ് ഓഫ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ലോവർ ഡിവിഷൻ ക്ലർക്ക് ടെക്നീഷ്യൻസ് ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ഫീൽഡ് ആൻഡ് ലാബ്. അതിനുള്ള അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. സോ ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് PSC പോലുള്ള ഗവൺമെൻറ് എക്സാംസിന് അപ്ലൈ ചെയ്യുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് അവർക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലൊരു മികച്ച ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേറെ ഇല്ല. നല്ലൊരു ഗവൺമെൻറ് ജോബായിരിക്കും ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഡീറ്റെയിൽസും അതിലുള്ള എക്സാംസിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. ICFRE ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജെനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ നമുക്ക് അവരുടെ റിക്രൂട്ട്മെൻറ്റ് നോട്ടീസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെൻറ്റ്, നെയിം ഓഫ് പോസ്റ്റ്, പേ സ്കെയിൽ എത്രയുണ്ട്, എത്ര പോസ്റ്റാണ് വേക്കൻ്റ് ആയിട്ടുള്ളത്, കാറ്റഗറി ഏതൊക്കെ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ ഇതൊരു വലിയൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ആണ്. സോ അറൗണ്ട് 38 പേജസ് ഉണ്ട്. നമുക്കിതിലെല്ലാം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. സോ മാക്സിമം പറ്റാവുന്നത്ര ഡീറ്റെയിൽസും വേണ്ട ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് കംപ്ലീറ്റായി നോക്കാവുന്നതാണ്. സോ നമുക്ക് നോക്കാം. അതിൽ SN1 നെയിം ഓഫ് ദ പോസ്റ്റ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് പേ സ്കെയിൽ അറൗണ്ട് 18,000 റുപ്പീസാണ് ഓഫർ ചെയ്യുന്നത്. പോസ്റ്റ് 8 പോസ്റ്റാണ് വേക്കൻ്റ് ആയിട്ടുള്ളത്. കാറ്റഗറി അൺറിസർവ്ഡ് SC ST ഏതിനൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആയി തന്നിട്ടുണ്ട്. ഈവൻ 10th പാസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കടക്കം ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ മാക്സിമം പറ്റാവുന്നത്രയും പേർക്ക് ഇത് അയച്ചു കൊടുക്കുക. പറ്റാവുന്നത്രയും പേര് അപ്ലൈ ചെയ്യുക. ഈവൻ എക്സ്പീരിയൻസ് മാറ്റേഴ്സേ അല്ല, മാക്സിമം പേരും അപ്ലൈ ചെയ്യുക. ഈ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. സോ അവർക്കുള്ള ഏജ് ലിമിറ്റ് 18 to 27. ദെൻ ലോവർ ഡിവിഷൻ ക്ലർക്ക് LDCക്കുള്ള പേ സ്കെയിൽ അറൗണ്ട് 19,000 റുപ്പീസാണ് കിട്ടുന്നത്. അറൗണ്ട് 20 ഉണ്ട്. നമ്പർ ഓഫ് പോസ്റ്റ് ഒരെണ്ണം. UR അൺറിസർവ്ഡ് കാറ്റഗറീസിന് ഒരു കാറ്റഗറി അൺറിസർവ്ഡിൽ ഒരാൾക്ക് മാത്രമേ കിട്ടുള്ളൂ. സോ നമ്പർ ഓഫ് പോസ്റ്റ് നമുക്ക് ഒരെണ്ണേ ഉള്ളൂ. ദെൻ ഇവിടെ 12th പാസ്സായിരിക്കണം. 18 to 27 ഈസ് ദ ഏജ് ലിമിറ്റ്. ദെൻ കംസ് ടെക്നീഷ്യൻ ഫീൽഡ് അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റാണ്. നമ്പർ ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് 3 അൺറിസർവ്ഡിന് 1, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ദാറ്റ് ഈസ് EWSന് 2 പോസ്റ്റാണ് വേക്കൻ്റ് ആയിട്ടുള്ളത്. ദെൻ ഇതിൽ 10th ഈവൻ +2 സയൻസ് പഠിച്ച് 60% മാർക്കുള്ള ആൾക്ക് പോലും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് 18 to 30. ദെൻ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഡിഗ്രി സയൻസ് ഫീൽഡിൽ ഡിഗ്രി ചെയ്ത് കഴിഞ്ഞവർക്ക് പറ്റാവുന്നൊരു പോസ്റ്റാണ്. അറൗണ്ട് 30,000 റുപ്പീസ് നമുക്ക് സാലറി കിട്ടാവുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. സോ മാക്സിമം പേര് അപ്ലൈ ചെയ്യുക. 21 to 30 ഏജ് ലിമിറ്റാണ്. അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ 1 വേക്കൻസി, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെങ്കിൽ 2, SC കാറ്റഗറി ആണെങ്കിൽ 1. നമ്പർ ഓഫ് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ 4 പോസ്റ്റാണ് വേക്കൻ്റ് ആയിട്ടുള്ളത്. സോ അതിന് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ എങ്ങനെയാണ് ഏജ് റിലാക്സേഷൻ അങ്ങനെയുള്ള എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ തന്നിട്ടുണ്ട്. ദെൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ് സ്റ്റാഫിനോട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മൾട്ടി ടാസ്കിങ് സ്റ്റാഫാണെങ്കിൽ 10th സ്റ്റാൻഡേർഡ് മുതലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 10th മതി വിത്ത് 3 year എക്സ്പീരിയൻസ്. ആക്ച്വലി ഈ പോസ്റ്റിനൊന്നും എക്സ്പീരിയൻസ് മാറ്ററൈസ് അല്ല. മാക്സിമം പേരും ഇതിന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കരുത്. മേ ബി ബിക്കോസ് ഓഫ് ലക്ക് നമുക്ക് കിട്ടിയാലും കിട്ടും. സോ ലോവർ ഡിവിഷൻ ക്ലർക്കിനാണെങ്കിൽ 12th പാസ്സായിരിക്കണം. ദെൻ ടൈപ്പിംഗ് സ്പീഡ് ഓഫ് 30 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ്. ടൈപ്പിംഗ് റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്കില്ലാണ് നമ്മുടെ മെയിനായിട്ട് ചോദിക്കുന്നത്. ദെൻ ടെക്നീഷ്യൻ ഫീൽഡ് അല്ലെങ്കിൽ ലാബിലാണെങ്കിൽ 10th to 12th സയൻസ് വിത്ത് 60% ഓഫ് മാർക്സ് ഉണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ ലാബ് ടെക്നീഷ്യൻ ആണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി അഗ്രികൾച്ചർ, ബയോടെക്നോളജി, ബോട്ടണി, സുവോളജി ഏത് ഫീൽഡിലുള്ള ലൈഫ് സയൻസിലുള്ളവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ മെയിനായിട്ട് വരുന്നത് കാൻഡിഡേറ്റ് ഹു ആർ ഡിക്ലെയർഡ് ക്വാളിഫൈഡ് ഫോർ ദ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. മെയിൻ അതിൻ്റെ എല്ലാം പാസ്സായിരിക്കണം. അവർ ഓൾറെഡി അതിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ഇത്
അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഡിഗ്രി പാസ്സായിട്ടില്ല, സോ അത് വെയിറ്റിംഗ് ലിസ്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് റിജക്റ്റ് ചെയ്യും. സോ നിങ്ങൾ ഏത് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ഇത് മാത്രമേ നിങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഏത് പോസ്റ്റിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ബിക്കോസ് ആ ഒരു വെരിഫിക്കേഷൻ വിളിക്കുന്ന സമയത്ത് പിന്നെ അത് ബുദ്ധിമുട്ടാവും. സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്പെസിഫൈഡ് ഡേറ്റിൻ്റെ ഉള്ളിൽ ആ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരതിനെ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. So that results of the required education and qualification must be declared by the board university by the specified date. അത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഡോക്യുമെൻറ്റ്സ് വെക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ അത് റിമൂവ് ചെയ്ത് കളയും. നിങ്ങൾക്ക് അതോടെ വാലിഡ് ആയിരിക്കില്ല. And the candidate should be studied some of the science degrees: mathematics, physics, chemistry, biology, botany, zoology, biotechnology, biochemistry, microbiology, agriculture, environmental science, statistics, even computer science, etc. They are higher senior secondary level of the post for technician. Then multitasking സ്റ്റാഫിനുള്ള ഏജ് റിലാക്സേഷനും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഏത് പോസ്റ്റിലാണോ അപ്ലൈ ചെയ്യുന്നത്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതാണോ അതിനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ മേ ബി മോർ ദാൻ ഹാഫ് ആൻ അവർ പോവും. സോ ഞാൻ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ലോവർ ഡിവിഷൻ ക്ലർക്കിനുള്ള പോസ്റ്റിനുള്ള ഏജ് റിലാക്സേഷനും കാര്യങ്ങളും തന്നിട്ടുണ്ട്. ദെൻ ടെക്നീഷ്യനുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ട്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആണെങ്കിൽ അല്ലെങ്കിൽ എക്സ് സർവീസ് മാൻ ആണെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, ഏജ് റിലാക്സേഷനെല്ലാം. ദെൻ ടെക്നിക്കൽ അസിസ്റ്റൻസിനുള്ള പോസ്റ്റും അതേപോലെ ഏജ് റിലാക്സേഷൻ എല്ലാ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഫീസ് എന്ന് പറയുന്നത് നോൺ റീഫണ്ടബിൾ ആയിരിക്കും. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ലോവർ ഡിവിഷൻ ക്ലർക്ക്, ടെക്നീഷ്യൻ, ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഈ പോസ്റ്റിനുള്ള ഓരോരോ കാറ്റഗറിക്കുള്ള ഫീസ് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടും ഇവിടെ ഗേൾ ചൈൽഡ്, SC/ST, മിലിറ്ററി സർവീസിലുള്ളവർ അല്ലെങ്കിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അങ്ങനെയുള്ളവർക്കൊന്നും ഇവിടെ ഫീസ് ഇല്ല. അപ്പോൾ നിങ്ങൾ നോക്കണം. എക്സാം ആപ്ലിക്കേഷന് ഫീസില്ല, ബട്ട് പ്രോസസ്സിങ്ങിനുള്ള ഫീസ് ഉണ്ട്. സോ അത് നിങ്ങളിവിടെ ഫീസ് സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ തന്നിട്ടുണ്ട്. സോ അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ദെൻ പ്രോസസ് ഓഫ് സർട്ടിഫിക്കേഷൻ ആൻഡ് ഫോർമാറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ്സ്. സോ മെയിനായിട്ട് നിങ്ങൾ EWS കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ ഇവിടെ താഴെ ഓരോരോ സർട്ടിഫിക്കറ്റ്സും തന്നിട്ടുണ്ട്. ജനറൽ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. ഓൺലി സിറ്റിസൻസ് ഓഫ് ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ ക്യാൻ ഓൺലി ബി മെയ്ഡ് ബൈ ദ വെബ്സൈറ്റ്. അവിടെ തന്നിട്ടുണ്ട് വെബ്സൈറ്റും കാര്യങ്ങളും. ദെൻ കാൻഡിഡേറ്റ് ഷുഡ് ബി അപ്ലൈ ഓൾ ദ റിക്വയർഡ് ഡീറ്റെയിൽസ്. അപ്പോൾ എന്തൊക്കെ മാൻഡേറ്ററി ഫീൽഡ് ആസ്ട്രാക്ട്സ് നമ്മൾ സ്റ്റാർ ആയിട്ടുള്ള അത് തന്നിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളും മാൻഡേറ്ററി ആയിട്ടും നിങ്ങൾ ഫിൽ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും. സോ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് 8 നവംബർ മുതലാണ്, 8-ാം തീയതി മുതലാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. നവംബർ ലാസ്റ്റ് വരെ, നവംബർ 30 വരെ ഇതിനുള്ള ലാസ്റ്റ് ഡേറ്റ്. സോ ഡേറ്റിനകത്ത് തന്നെ ഫില്ല് ചെയ്യാവുന്നവരും സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നവരും സബ്മിറ്റ് ചെയ്യുക. More than one post must be applied separately for each post using the same user credential. ഒരു അക്കൗണ്ടിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എത്ര പോസ്റ്റിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്ലൈ ചെയ്യുക. പക്ഷേ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യമില്ല. പോസ്റ്റ് മാത്രം നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. ദെൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നതാണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരത് വാലിഡായിട്ട് എടുക്കില്ല. So request for withdrawal of the candidate after final submission of the applicants will not be entertained. സബ്മിറ്റ് ചെയ്തിട്ട് ഫീ അതുപോലുള്ള കാര്യങ്ങളൊക്കെ റീഫണ്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തരില്ല. സോ നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ളൊരു ഫീ എമൗണ്ട് ആണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ പ്രോസസ്സിങ് ഫീസും പറയുന്നുണ്ട്. അഡ്മിറ്റ് കാർഡ് എക്സാമിൻ്റെ 10 days മുന്നേ തന്നെ അവർ അതിന് വേണ്ടിയിട്ടുള്ള റിട്ടേൺ എക്സാമിന് വേണ്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് എല്ലാം പബ്ലിഷ് ചെയ്യും സൈറ്റിൽ. സോ അത് എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകേണ്ടത്. നോ ഹാർഡ് കോപ്പി ഓഫ് ദ അഡ്മിറ്റ് കാർഡ് വിൽ ബി സെൻഡ് ടു ദ കാൻഡിഡേറ്റ്. അതെന്തായാലും നമുക്ക് വെബ്സൈറ്റിൽ കിട്ടും. സോ അത് ശ്രദ്ധിക്കുക. അവരെന്തായാലും അയച്ചു തരില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. SC/ST, PWBD, എക്സ് സർവീസ്മാൻ, വുമൻ കാൻഡിഡേറ്റ്സ് ആർ എക്സംപ്റ്റഡ് ഫ്രം ദ പേയ്മെൻറ്റ് ഓഫ് ദ ഫീ. എക്സാം ഫീ ഈ കാറ്റഗറീസിലുള്ള ആർക്കും എക്സാം ഫീസ് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ദെൻ പക്ഷേ അവർക്ക് പ്രോസസ്സിംഗ് ഫീസ് അപ്ലിക്കബിൾ ഫോർ ഈച്ച് പോസ്റ്റ്. പ്രോസസ്സിംഗ് ഫീ ആയിട്ടൊരു എമൗണ്ട് മാത്രമാണ് അവർ തരുന്നത്. അത് നിങ്ങൾക്ക് ഫീൻ്റെ ആ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ദെൻ എക്സാം ഫീസ് ആൻഡ് പ്രോസസ്സിംഗ് ഫീ ഡിഫറെൻ്റ് ആണ്.
then paid only through online payment മാത്രമേ പറ്റുള്ളൂ. നോ അതർ മോഡ് ഓഫ് പേയ്മെൻറ്റ് ഫോർ ഫീ ഈസ് accepted. വേറെ ഒരു മോഡിലും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. കാൻഡിഡേറ്റ് സെലക്ടഡ് ഫോർ ദ അപ്പോയിൻമെൻറ്റ്സ് ആർ ലയബിൾ ടു സെർവ് anywhere in India, that is all these posts carry all Indian service liability. So all Indian service ആണ്. അപ്പോൾ കോയമ്പത്തൂർ കിട്ടിക്കഴിഞ്ഞാൽ കോയമ്പത്തൂർ മാത്രമല്ല, ഈ എക്സാമിലൂടെ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടണമെങ്കിൽ ഓൾ ഇന്ത്യ സർവീസ് ആയിരിക്കും, എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റിങ് കിട്ടാം. പോസ്റ്റ് ആർ ടെമ്പററി ഇൻ നേച്ചർ ബട്ട് ലൈക്ലി ടു കണ്ടിന്യൂ ഫർദർ. അപ്പോൾ ചിലപ്പോൾ ടെമ്പററി ആയിരിക്കും, ഡിപ്പെൻഡ്സ് അപ്പോൺ കണ്ടിന്യൂറ്റി. അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. Then Director ICFRE IFGTB reserve the right to increase or decrease the post or not to fill any or all the advertised post without assigning any reasons. So ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നമ്പർ ഓഫ് പോസ്റ്റ് കൂട്ടാനും കുറയ്ക്കാനും അതേപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് പോസ്റ്റ് വിത്തൗട്ട് എനി റീസൺ അവർക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യം അവർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ നിങ്ങൾ മാക്സിമം അപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴും പ്രോപ്പറായി നോക്കിയിട്ട് മാത്രം കൊടുക്കുക. ഏജ് റിലാക്സേഷൻ കാറ്റഗറി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. 5 years ഓഫ് ഏജ് റിലാക്സേഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദി കാറ്റഗറി അവർ തന്നിട്ടുണ്ട്. ദെൻ കറൻ്റായിട്ടുള്ള ഗവൺമെൻറ് എംപ്ലോയീസ് പോലും ഈ എക്സാംസ് എഴുതുകയാണെങ്കിൽ അവർക്ക് NOC നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് അവരുടെ അതോറിറ്റിയിൽ നിന്ന് അവർക്ക് ഇതിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. സോ ഈവൻ ഓൾറെഡി ഗവൺമെൻറ് എംപ്ലോയി അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് PSU ഓട്ടോണമസ് ബോഡീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പോലും ഈ എക്സാംസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. So no request with respect to the change in any idea submitted by the candidates in the online application. Further നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് മാറ്റാൻ പറ്റുന്നതല്ല. സോ മാക്സിമം അപ്ലൈ ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുക. സ്കാൻഡ് ഡോക്യുമെൻറ്റ്സ് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് ത്രൂ ദ ഇമെയിൽ. സോ അതൊന്നും അക്സെപ്റ്റബിൾ അല്ല. സോ എന്നാണോ അവർ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓൺലൈനാണ്, ബട്ട് എന്നാണോ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനെ വിളിക്കുന്നത് ആ സമയത്ത് പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. ദെൻ ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ദെൻ സ്കീം ഓഫ് എക്സാംസ് നോക്കുകയാണെങ്കിൽ റിട്ടൺ എക്സാം അതുപോലെ തന്നെ റിട്ടൺ എക്സാമാണ്, സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. കാരണം നമുക്ക് ഇവിടെ ടൈപ്പ് റൈറ്റിംഗ് അതുപോലെ തന്നെ ലാബ് സ്കിൽസ് വേണ്ടതാണ്. അപ്പോൾ ലാബ് സ്കിൽസ് കണ്ടക്റ്റഡ് ഇൻ തമിഴ്നാട് കോയമ്പത്തൂരിലുള്ള അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. ഏത് പോസ്റ്റിനാണോ നിങ്ങൾ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള എക്സാംസ് ആയിരിക്കും ഉണ്ടാവുക. അതും MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. നെഗറ്റീവ് മാർക്കും ഉണ്ട്. നെഗറ്റീവ് മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5 ആയിരിക്കും അതൊന്ന് ഡിറ്റക്റ്റ് ചെയ്യാം. സോ നെഗറ്റീവ് മാർക്സ് ഉണ്ട്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ സിലബസ് നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാം. സ്കിൽ ടെസ്റ്റ് അതുപോലെ ടൈപ്പിംഗ് ടെസ്റ്റും അതിൻ്റെ കൂടെ ഇപ്പോൾ LDCക്ക് ആണ് അല്ലെങ്കിൽ ഏത് പോസ്റ്റിനാണ്, ക്ലർക്ക് പോസ്റ്റാണ്, ഏത് പോസ്റ്റിനാണെങ്കിലും അതിനനുസരിച്ചുള്ള എക്സാം പാറ്റേൺ അവർ പറഞ്ഞിട്ടുണ്ട്. എക്സാം സെലക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിൽ വരുന്ന മെറിറ്റ് ലിസ്റ്റ് അനുസരിച്ച് മാത്രമേ ഇവർ ക്വാളിഫൈ അല്ലെങ്കിൽ അവർ എക്സാംസിന് നെക്സ്റ്റ് പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മെറിറ്റ് ലിസ്റ്റ് വെച്ചിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അതുപോലെ സോ ദർ വിൽ ബി എ നെഗറ്റീവ് മാർക്ക് ഓഫ് 0.5 മാർക്സ് ഫോർ ഈച്ച് റോങ് ആൻസേഴ്സ്. അപ്പോൾ ഓരോരോ പോസ്റ്റിനുള്ള അലോട്ട്മെൻറ്റ് ഓഫ് മാർക്ക്, ക്വസ്റ്റ്യൻസ് ആൻഡ് ടൈം ഡ്യൂറേഷൻ നമുക്ക് നോക്കാം. സോ മൾട്ടി ടാസ്ക് സ്റ്റാഫിന് ലോവർ ഡിവിഷൻ അങ്ങനെ ഓരോരോ കാറ്റഗറിക്കും അവർ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, ടൈം ഡ്യൂറേഷൻ ആണ്, എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. 90 minutes ആണ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ്സിനുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം ഓരോരോ സബ്ജക്ട്സിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ മൾട്ടി ടാസ്കിങ് സ്റ്റാഫാണെങ്കിൽ ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സബ്ജക്ട്സ് പറയുന്നത്. അതിനുള്ള മാർക്സും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ള ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ ലോവർ ഡിവിഷൻ ക്ലർക്കിനാണ്, LDCക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടൺ എക്സാം, എല്ലാത്തിനും റിട്ടൺ എക്സാംസ് ആണ്. സോ റിട്ടൺ എക്സാംസിൽ സബ്ജക്ട്സ് ഏതൊക്കെയാണ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ടോട്ടൽ എത്ര ഉണ്ട്, ടോട്ടൽ ടൈം ഡ്യൂറേഷൻ എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ നെഗറ്റീവ് മാർക്ക് ഉണ്ട്, അത് മൈൻഡിൽ വെക്കുക. ദെൻ ടെക്നീഷ്യൻ ആവുന്ന സമയത്ത് ടൈം ഡ്യൂറേഷൻ അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് 100 ക്വസ്റ്റ്യൻസും കാര്യങ്ങളും തന്നിട്ടുണ്ട്, അത് നോക്കണം. ഇവിടെയും എന്തുണ്ട്, നെഗറ്റീവ് മാർക്സ് ഉണ്ട്. സോ നെക്സ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ആണെങ്കിലും അതുപോലെ 100 ക്വസ്റ്റ്യൻസ് ആണ്. 180 minute ടൈം ഡ്യൂറേഷൻ ഉണ്ട്, നെഗറ്റീവ് മാർക്സ് ഉണ്ട്, അതെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. പിന്നെ അവർ സിലബസ് ലാസ്റ്റ് അറ്റാച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഏതാണ്ട് പേജ് നമ്പർ 15 സിലബസ് തുടങ്ങുന്നത്. ഏതൊക്കെ പോസ്റ്റാണോ അതിനനുസരിച്ചിട്ടുള്ള സിലബസ് നിങ്ങൾ ഏതൊക്കെയാണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഞാൻ ടെക്നിക്കൽ അസിസ്റ്റൻസിൻ്റെ മാത്രം പറയാം. ബാക്കിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർ തന്നിട്ടുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു, ടെക്നിക്കൽ ഓരോരോ ജോബിൻ്റെ പോസ്റ്റിലും താഴെ അവർ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് സിലബസ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടതെന്ന്. ടെക്നിക്കൽ അസിസ്റ്റൻസിൻ്റെ ജനറൽ അവയർനെസ്, റീസണിങ്, ഇംഗ്ലീഷ്, അങ്ങനെ സ്കിൽസിൻ്റെ കാര്യത്തിൽ ഒരു അരിത്മെറ്റിക്, ജനറൽ സയൻസ് ഒക്കെയാണ്. ദെൻ നമ്മൾ സയൻസിൻ്റെ കാര്യത്തിൽ ലാബ് സ്കിൽ ഫോർ അഗ്രികൾച്ചർ ആണെങ്കിൽ സിലബസ് ഓഫ് അഗ്രികൾച്ചർ ആണെങ്കിൽ അഗ്രോമെട്രോളജി, അഗ്രോണമി, ക്രോപ്പ് ഫിസിയോളജി, എലിമെൻ്ററി ബയോകെമിസ്ട്രി, ജെനറ്റിക്സ്, അങ്ങനെ ഒരുപാട് ഏതൊക്കെ ഫീൽഡാണോ നിങ്ങൾ അപ്ലൈ ഉദ്ദേശിക്കുന്നത്, ഏത് സയൻസ് ബാക്ക്ഗ്രൗണ്ടാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോരോ സിലബസ് ഉണ്ട്. സോ ബെറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഏത് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. കാരണം ഡീറ്റെയിൽ ആയിട്ട് എല്ലാം തന്നിട്ടുണ്ട്. ടൈം ഡ്യൂറേഷൻ കൊണ്ട് മാത്രമാണ് എല്ലാം ഈച്ച് ബൈ നോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്. സോ അതൊന്ന് കൺസിഡർ ചെയ്യാം. അതുപോലെ ലാസ്റ്റ് പ്രത്യേകം അവർ പറയുന്നുണ്ട് ടെൻറ്റേറ്റീവ് പ്ലാനർ ഓഫ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്. ഏത് ഡേറ്റ് മുതൽ, മെയിനായിട്ടുള്ള എല്ലാ ഡേറ്റ്സും ലാസ്റ്റ് അറൗണ്ട് 30th പേജിലെന്തോ തന്നിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ 8th തീയതി, November 8th സ്റ്റാർട്ട് ചെയ്തു. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 30th November. ദെൻ മന്ത് ഓഫ് റിട്ടൺ എക്സാമിനേഷൻ ജാനുവരി ആണ്. അവരത് ജാനുവരി ഓർ ഫെബ്രുവരി, ആ ഡേറ്റ് എന്തായാലും ഈ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്യുമായിരിക്കും. ദെൻ മന്ത് ഓഫ് അനൗൺസ്മെൻറ്റ് ഓഫ് ദ ഷോർട്ട് ലിസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ബൈ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് വഴി അവർ ക്ലിയർ ചെയ്യും. ദെൻ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ 2nd, 4th നൈറ്റ് എന്ന് പറയുന്നുണ്ട്. മേ ബി ഡേറ്റ് ഫെബ്രുവരിനുള്ളിൽ റിക്രൂട്ട്മെൻറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളെല്ലാം നടത്തും. ഫൈനൽ റിസൾട്ട്സ് മാർച്ച് 2025 ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. സോ ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഈവൻ 10th മുതലുള്ളവർക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണ്. ഈവൻ PSC പഠിക്കുന്നവർക്ക് പോലും ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ. ദെൻ റിട്ടൺ എക്സാമിനേഷൻ വിൽ ബി ഹെൽഡ് ഓൺ സാറ്റർഡേ ഓർ സൺഡേ ഇൻ കോയമ്പത്തൂർ മാത്രമാണ് നിങ്ങൾക്ക് എക്സാമിനുള്ള പ്ലേസ് ഓഫ് എക്സാമിനേഷൻ തരുന്നത്. സെൻറ്റർ അവിടെ മാത്രമേ ഉള്ളൂ. ദെൻ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വർക്കിംഗ് ഡേയ്സ് Monday to Friday തന്നെ ആയിരിക്കും. ലാസ്റ്റ് ഫോമായിട്ട് നിങ്ങൾ ഏതാണോ കാറ്റഗറി അതിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ളത് തന്നിട്ടുണ്ട്. ഫോം ഓഫ് സ്കെഡ്യൂൾഡ് കാസ്റ്റ് ഓർ ട്രൈബ് സർട്ടിഫിക്കറ്റ്. അത് സീൽഡ് ഫ്രം എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. സീൽഡ് ഒരു ഓഫീസറിൻ്റെ, ഡെസിഗ്നേഷനുള്ള ഒരു ഓഫീസറിൻ്റെ, ബെറ്റർ നിങ്ങൾ വില്ലേജ് ഓഫീസർ അതുപോലുള്ള ഹൈ ഡെസിഗ്നേഷൻ ഉള്ള ഒരാളുടെ കയ്യിൽ നിന്ന് അത് ഫിൽ ചെയ്ത് ഫോം വാങ്ങുക. വിത്ത് സീലായിരിക്കണം, signature and seal. Then format of certificate to be submitted by the central government civilian employees seeking age relaxation. അതുപോലെ ഏജ് റിലാക്സേഷൻ ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പോലും ഏജ് റിലാക്സേഷനും കാര്യങ്ങളുള്ള സർട്ടിഫിക്കറ്റ് നെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അതുപോലെ ഫോമാറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ് ടു ബി സബ്മിറ്റഡ് ബൈ ദ ICFRE എംപ്ലോയി സീക്കിംഗ് ഏജ് റിലാക്സേഷൻ. ഓൾറെഡി നിങ്ങളവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിനുള്ള ഫോം അവർ തന്നിട്ടുണ്ട്, ഏജ് റിലാക്സേഷൻ എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ. ദെൻ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. EWS കാറ്റഗറീസ് ഉള്ളവരാണെങ്കിൽ അത് ഏത് ഗവൺമെൻറ് ആണോ, നിങ്ങൾ കേരളത്തിൽ നിന്നുള്ളവർക്കാണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഗവൺമെൻറ് ഓഫ് ഏതാണ്, കേരള ആണോ എവിടെയാണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളതും കൊടുക്കാം. ഈവൻ തമിഴ്നാട് ആൾക്കാർക്ക് മാത്രമല്ല, ഇത് കേരളത്തിലുള്ളവർക്കും വളരെ ഒരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ്. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ദെൻ സർട്ടിഫിക്കറ്റ് റിഗാർഡിംഗ് ദ ഫിസിക്കൽ ലിമിറ്റഡ് ആൻഡ് എക്സാമിനി ടു റൈറ്റ്. സ്ക്രൈബിന് വേറെ ആളുടെ സഹായം വേണമെങ്കിൽ സ്ക്രൈബ് വെച്ചിട്ടും ഇതിന് എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ പറ്റാവുന്നതാണ്. സോ അതിനുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം. സോ ലെറ്റേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ഡെസിഗ്നേറ്റ് ആയിട്ടുള്ള ആളുടെ കയ്യിൽ നിന്നും സീലും സിഗ്നേച്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള കാര്യങ്ങൾ. സോ ഇതൊക്കെയാണ് ഈ അഡ്വർടൈസ്മെൻറ്റിൽ നിങ്ങൾക്ക് മെയിനായിട്ട് തോന്നുന്ന കുറച്ച് ഇൻഫർമേഷൻ. സോ മാക്സിമം ഇത് വായിച്ച് നോക്കുക. ഇതിൽ മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരും ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഹോപ്പ് ദീസ് നോട്ടിഫിക്കേഷൻ ഈസ് റിയലി വാല്യുബിൾ ഫോർ യു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഈ ഒരു ഗവൺമെൻറ് ഓപ്പർച്യൂണിറ്റിയാണ്, റിക്രൂട്ട്മെൻറ്റാണ്, ജോബ് ഈവൻ 10th മുതലുള്ളവർക്ക് പോലും പറ്റുന്നൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. ഈ എക്സാം മാക്സിമം പേർക്കും എഴുതാനും അപ്ലൈ ചെയ്യാനും ശ്രമിക്കുക. താങ്ക് യു.